പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മണിക്കുട്ടിയെ തേടി സുപ്രധാനമായ പുതിയൊരു വാർത്ത വന്നെത്തിയിരിക്കുകയാണ്. ഡോക്ടർ മണിക്കുട്ടിയെ ഫോൺ ചെയ്തിരിക്കുകയാണ്. ഓപ്പറേഷന്റെ കാര്യത്തിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന ഡോക്ടർ കാര്യങ്ങളെല്ലാം ഇനി വിചാരിച്ചതുപോലെ നടക്കുകയും ചെയ്യുമെന്നുള്ള ഉറപ്പ് മണിക്കുട്ടിക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ കൃഷ്ണയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ഉടൻ തന്നെ ചെയ്യാം എന്ന് വ്യക്തമാക്കുന്ന ഡോക്ടർ കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ നടക്കും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് മണിക്കുട്ടിക്ക് വളരെയധികം സന്തോഷമാവുകയും മണിക്കുട്ടി കൃഷ്ണയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയും ചെയ്യുന്നു. എന്താണ് മണിക്കുട്ടി ഇത്ര സന്തോഷത്തോടെ വന്നത് എന്ന് കൃഷ്ണ ചോദിച്ചതിനെ തുടർന്ന്, അച്ഛാ, ഡോക്ടർ ഇപ്പോൾ ഫോൺ ചെയ്തിരുന്നു എന്നുള്ള കാര്യം പറയുന്നു. മാത്രവുമല്ല, അച്ഛൻ്റെ കാഴ്ചശേഷി ഉടൻ തന്നെ തിരികെ ലഭിക്കും. ഡോക്ടർ അങ്കിൾ പറയുകയാ കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെ നടക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ ഉടൻ നടത്താം എന്നുള്ള കാര്യവും ഡോക്ടർ ഉറപ്പു തന്നിരിക്കുകയാണ്. നമുക്ക് ഈ ആഴ്ച തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ ചെയ്യുകയും വേണം. ഇത് കേട്ടതിനെ തുടർന്ന് കൃഷ്ണ അതൊരു നല്ല കാര്യമാണല്ലോ എന്ന് പറയുകയും എന്തായാലും ഇനി ഓപ്പറേഷൻ നടത്താമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടയിലാണ് ഈ കാര്യങ്ങളെല്ലാം ഭരത് കേൾക്കാൻ ഇടയാകുന്നത്. ഇതോടെ ഭരത് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഓപ്പറേഷൻ നടക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് ഉറപ്പിക്കുന്ന ഭരത് മാത്രവുമല്ല, ഇനി എന്താണ് ഈ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്തിരിക്കുകയാണ്. പ്രശ്നങ്ങൾ നമുക്ക് എത്രയും പെട്ടെന്ന് തീർക്കണമെന്നും ഇതേ തുടർന്ന് സിദ്ധുവിൻ്റെയും അതുപോലെ തന്നെ ചേച്ചിയുടെയും വിവാഹം നടത്തണം എന്നും തീരുമാനിക്കുന്ന ഭരത് ഉടൻ തന്നെ സിദ്ധുവിനെ ചെന്ന് കണ്ടിരിക്കുകയാണ്. സിദ്ധുവിനോട് കാര്യങ്ങൾ അറിഞ്ഞു എന്ന് ചോദിക്കുന്ന ഭരത് സിദ്ധുവിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ടുള്ള പുതിയൊരു സംഭവമാണ് നടന്നിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ എന്താണ് കാര്യമെന്ന് ചോദിച്ചിരിക്കുകയാണ് സിദ്ധു. സിദ്ധുവേട്ട, കൃഷ്ണയ്ക്ക് കാഴ്ചശേഷി തിരികെ ലഭിക്കാൻ പോവുകയാണ്. അതൊരു നല്ല കാര്യമല്ലേ എന്ന് സിദ്ധു പറഞ്ഞതിനെ തുടർന്ന്, അതിൻ്റെ ദോഷവശം അറിയാത്തത് കൊണ്ടാണ് ഏട്ടൻ ഇങ്ങനെ പറയുന്നത്. അയാൾക്ക് കാഴ്ചശേഷി തിരികെ ലഭിച്ചാൽ എന്നേക്കുമായി കാവ്യയെ അയാൾ വീണ്ടും സ്വന്തമാകും. സിദ്ധുവേട്ടന് കാവ്യേച്ചിയെ വിവാഹം കഴിക്കാം എന്നുള്ള ആഗ്രഹം ജീവിതത്തിൽ നടക്കുകയുമില്ല. ഇത് കേട്ടതിനെ തുടർന്ന് സിദ്ധു ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. അയ്യോ, അങ്ങനെയാണ് എങ്കിൽ എന്താണ് ഇനി ചെയ്യേണ്ടത്? കൃഷ്ണയെ എങ്ങനെയാണ് തടയുക? കൃഷ്ണയെ ഇനി തടഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല സിദ്ധുവേട്ട. നമ്മൾ ഇനി നിർണായകമായ ഒരു കളിയാണ് കളിക്കേണ്ടത്. സിദ്ധുവേട്ടൻ എൻ്റെ കൂടെ നിൽക്കുകയാണ് എങ്കിൽ അതിന് ഞാനും തയ്യാറാകാം. ഇത് കേട്ടതിനെ തുടർന്ന് കാവ്യയ്ക്ക് വേണ്ടി ഞാൻ എന്തിനും തയ്യാറാണ് എന്ന് സിദ്ധു പറഞ്ഞിരിക്കുകയാണ്. ഒടുവിൽ ഇനി അയാളെ ഈ ഭൂലോകത്ത് നിന്ന് തന്നെ നമ്മൾ തുടച്ച് മാറ്റണം. എന്നാൽ മാത്രമാണ് കാവ്യേച്ചിയെ എന്നേക്കുമായി സിദ്ധുവേട്ടന് സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ കാവ്യേച്ചി നമ്മുടെ കൂടെയാണ്. പക്ഷേ അയാൾക്ക് കാഴ്ചശേഷി തിരികെ ലഭിക്കുകയാണ് എങ്കിൽ ഒരു പക്ഷേ ചേച്ചിയുടെ ഇപ്പോഴത്തെ നിലപാട് മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അയാളെ ഇല്ലാതാക്കുന്നു. സിദ്ധുവേട്ടൻ കൂടെ നിൽക്കാമോ എന്ന് ചോദിച്ചതിനെ തുടർന്ന്, ഞാൻ എന്തിനും തയ്യാറാണ്, ഭരത്തിൻ്റെ കൂടെ ഞാനുണ്ട് എന്നുള്ള ഉറപ്പ് സിദ്ധു നൽകുന്നു. ഇതോടെ സിദ്ധുവുമായി പ്ലാൻ ചെയ്യുകയാണ് ഭരത്. ഓപ്പറേഷന് വേണ്ടി അവർ പോകുമ്പോൾ അപകടമുണ്ടാക്കണമെന്നും ആ അപകടത്തിൽ
കൃഷ്ണ മരണപ്പെടണം എന്നുമുള്ള കാര്യം അറിയിക്കുന്ന ഭരത് ഇതേ തുടർന്നാണ് വിവാഹം സിദ്ധുവേട്ടന്റെ ചേച്ചിയുമായി നടക്കാൻ പോവുകയും ചെയ്യുക എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അപകടത്തിൽ നമുക്ക് യാതൊരു പങ്കുമില്ല. ഒരു സ്വാഭാവിക അപകടമായി കേസ് അവസാനിപ്പിക്കുകയും ചെയ്യാം. പിന്നെ ജീവിതകാലത്ത് നമുക്ക് അയാളെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവുകയുമില്ല. ഇത് നല്ലൊരു ഐഡിയയാണ് എന്ന് വ്യക്തമാക്കുന്ന സിദ്ധു ഇതോടെ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കാമെന്ന് പറയുകയും ചെയ്യുന്നു. അപകടം നടത്തുന്നതിന് വേണ്ടിയുള്ള ആളുകൾ തൻ്റെ കൈവശം തന്നെയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഭരത് സിദ്ധുവേട്ടൻ കുറച്ച് പൈസ തന്ന് സഹായിച്ചാൽ മാത്രം മതി എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ അതിന് തയ്യാറായിക്കൊണ്ട് സിദ്ധു പൈസ നൽകിയിരിക്കുകയാണ് ഭരത്തിന്. ഭരതാണ് എങ്കിൽ അപകടത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നേ ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അപ്രതീക്ഷിതമായ അപകടം കൃഷ്ണയ്ക്ക് നേരെ ഉണ്ടാകുന്നത്. പക്ഷേ അത്ഭുതകരമായി കൃഷ്ണ രക്ഷപ്പെടുകയാണ്. ഇതിനിടയിൽ അപകടത്തിന് കാരണമായവരെ പോലീസ് പിടികൂടുകയും ചെയ്തതിനെ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഈ അപകടത്തിന് പിന്നിൽ കളിച്ചത് ഭരത്തും സിദ്ധുവുമാണ് എന്നുള്ള കാര്യം പുറത്തു വരുന്നു. ഈ കാര്യം അറിയുന്നത് കാവ്യയെ ആകെ ഞെട്ടിച്ചു കളയുകയാണ്. ഇവർ ഈ അപകടം നടത്തിയത് സ്വത്തിനും അതുപോലെ തന്നെ കാവ്യയെ സ്വന്തമാക്കുന്നതിനും വേണ്ടിയാണ് എന്ന് പോലീസ് വ്യക്തമാക്കിയതിനെ തുടർന്ന് മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് കാവ്യ. ഒടുവിൽ തൻ്റെ ഭർത്താവായ കൃഷ്ണയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്ന കാവ്യ കൃഷ്ണയെ കെട്ടിപ്പിടിച്ച് കരയുകയും ഭരത്തിന്റെ മുഖത്ത് ഒന്നു കൊടുക്കുകയും ചെയ്യുന്നു. നീ ഇനി മുതൽ എൻ്റെ മുന്നിൽ കണ്ടുപോകരുത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഭരത്തിനെയും സിദ്ധുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.